ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡൽഹി സുൽത്താനേറ്റിലെ അഡ്മിനിസ്ട്രേഷൻ പോളിസീസ് ആണ്. അവർ ഉപയോഗിച്ചിരുന്ന ടാക്സേഷൻ പോളിസി. അതിൻ്റെ പേര് മിസ് പറഞ്ഞു, ഇക്ത സിസ്റ്റം ആൻഡ് അലാവുദ്ദീൻ ഖിൽജി കൊണ്ടുവന്ന അഡ്മിനിസ്ട്രേഷനിൽ കൊണ്ടുവന്നതാണ് ജാഗിർദാരി സിസ്റ്റം ആൻഡ് മൻസബ്ദാരി സിസ്റ്റം. ഇതൊക്കെ എന്താവും നമുക്ക് എക്സാമിന് ചോദിക്കാൻ, എന്താ പറയുക, എക്സാമിന് നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട്, അതായത് മീൻസ് 3 മാർക്ക് 4 മാർക്കിന് വരുന്ന ചോദ്യമാണ്. വാട്ട് ഈസ് ഇക്ത സിസ്റ്റം, വാട്ട് ഈസ് ജാഗിർദാരി സിസ്റ്റം ആൻഡ് മൻസബ്ദാരി സിസ്റ്റം. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് വായിക്കുക കേട്ടോ. പിന്നെ നോട്ട്സൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പം ആ നോട്ട്സൊക്കെ നിങ്ങൾ കിട്ടാൻ അത് സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് മാർക്കറ്റ് റിഫോംസ് ആൻഡ് അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്ന നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ റൂളർ, അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ള മാർക്കറ്റ് റിഫോംസ് ആണ് അല്ലേ. മാർക്കറ്റ് റിഫോംസ് അദ്ദേഹം അതായത് എന്ത് ചെയ്തുന്നത് എന്താണ്, സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും സോഷ്യലി ഒക്കെ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഡെവലപ്മെൻറ്റാണ് ഇവരെല്ലാവരും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ജനങ്ങളത് അതേ രീതിയിൽ അക്സെപ്റ്റ് ചെയ്തിട്ട് നിർബന്ധമല്ല. കാരണം ടാക്സ് എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്ക് അത് കൊടുക്കാനുള്ള അത് ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് എന്തായി മാറുന്നത്, ആ ഒരു റൂളേഴ്സിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിക്ലൈൻ ചെയ്യാനൊക്കെ തുടങ്ങുന്നത്. അതൊരു കാരണമാണ്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിംഗ് ഇതിൽ പറയുന്നത് എന്താണ്, നമ്മുടെ മാർക്കറ്റ് റിഫോംസിൽ ഫ്രം അലാവുദ്ദീൻ ഖിൽജി. മാറിപ്പോയത്, ഇതും ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ മാർക്കറ്റ് റിഫോംസ്. ദ മാർക്കറ്റ് റിഫോംസ് ഓഫ് അലാവുദ്ദീൻ ഖിൽജി were oriented towards administrative and military necessities. Medieval rulers believed that necessity of life, especially food grains, and should the price of any length of time. Alauddin Khilji was the more of lesson first who looked at the problem of price control. ഈ അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണപരിഷ്കാരങ്ങൾ നമ്മുടെ ഹിസ്റ്ററിയുടെ സുവർണ്ണ താളുകളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയത്താണ് ജനങ്ങൾ വില കൺട്രോൾ ചെയ്തതും ജനങ്ങൾ നല്ലൊരു സാധാരണ ജീവിതത്തിലേക്ക്, സാധാരണ രീതിയിൽ നോർമലി അവർക്കൊരു പ്രോഫിറ്റായി നല്ലത് ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ജനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളൊരു ഭരണപരിഷ്കാരമാണ് അദ്ദേഹം ചെയ്തത്. അതിന് പേരെന്താ പറഞ്ഞത്, മാർക്കറ്റ് റിഫോംസ് എന്നാണ് അതിൻ്റെ ഒരു കച്ചവടത്തിൽ വരുന്ന പരിഷ്കാരങ്ങൾ. മാർക്കറ്റ് റിഫോം വുഡ് ഹാവ് ടു സൂൺ എക്സോസ്റ്റഡ്. ഹി വാസ് ടു സ്പെൻഡ് ഹ്യൂജ് സോഴ്സ് ഓഫ് ആർമി വിത്ത് ലോ പ്രൈസ് ആൻഡ് സുൽത്താൻ കുഡ് നോട്ട് റെസിസ്റ്റ് ദ ലാർജ് ഓഫ് എനി low experience. Whatever may be the reason of market reforms and elaborate administrative arrangements and made the ensure the market control followed by strictly. അതായത് നിർബന്ധമായും ഓരോരോ ഹെഡ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോരോ കാര്യങ്ങൾ ഏൽപ്പിച്ച് നിർബന്ധമായും ആളുകൾക്ക് എന്തില്ലാതെ ചൂഷണം, എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാതെ ജനങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുപോയൊരു മാർക്കറ്റ് റിഫോംസ് ആണ് നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി ഉൾപ്പെടുത്തിയത്. അലാവുദ്ദീൻ ഖിൽജി ഫിക്സഡ് ദ പ്രൈസ് ഓഫ് ഓൾ കമ്മോഡിറ്റീസ് ഫ്രം ഗ്രെയിൻ ടു ക്ലോത്ത്സ്, സ്ലേവ്സ്, കാറ്റിൽസ് ആൻഡ് എക്സെട്ര. അതായത് ആ സമയത്ത് ക്ലോത്ത്സ് ആയാലും വസ്ത്രങ്ങളിലാണെങ്കിലും സ്ലേവ്സ് അടിമകളാണെങ്കിലും ആൻഡ് കാറ്റിൽസ് കന്നുകാലികൾ, ഇതൊക്കെ തന്നെയാണ് അവിടെ സെയിൽസ്. മീൻസ് അത് നടക്കുന്ന കച്ചവടത്തിൽ നടക്കുന്ന സമയം. അപ്പോൾ ഇതിനൊക്കെ ഇവർ പ്രൈസ് കൺട്രോൾ ചെയ്ത് ആരെ ബുദ്ധിമുട്ടിച്ചില്ല, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോയത്. ഹി ഓൾസോ സെറ്റ് അപ്പ് ദ മാർക്കറ്റ് അറ്റ് ഡൽഹി അറ്റ് ഫോർ ഫുഡ് ഗ്രെയിൻസ് ആൻഡ് സെക്കൻഡ് ഫോർ ക്ലോത്ത്. ഫസ്റ്റ് ഭക്ഷണധാന്യങ്ങളും പിന്നീട് വസ്ത്ര വ്യാപാരവുമാണ്. ഡൽഹിയാണ് അദ്ദേഹം കേന്ദ്രമാക്കിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് കച്ചവടം മുന്നോട്ട് കൊണ്ടുപോയത്. ആൻഡ് their horses and slaves and cattle for controlling the food price, and Alauddin tried to control not only the supply of grains and villages. അദ്ദേഹം ഗ്രാമങ്ങളിൽ നിന്നാണ് തുടങ്ങിയത്. അതൊരു കേന്ദ്രസ്ഥാനമായി ക്രോപ്സും ധാന്യങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചത് ഗ്രാമങ്ങളിൽ നിന്നാണ്. ആൻഡ് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ സിറ്റി ബൈ ഗ്രെയിൻ ഓഫ് മെർച്ചൻസിൽ ആരാണ്, കച്ചവടക്കാരാണ് എങ്ങോട്ട് കൊണ്ടുവരുന്നത്, സിറ്റിയിലേക്ക്. അത് ട്രാൻസ്ഫോർമേഷനായി വാഹന ഗതാഗതത്തിലൂടെ കൊണ്ടുവരുന്നത്. ഓൾസോ ദ പ്രോപ്പർ distribution of citizens. Number of measures taken by piece of laid down by Sultan were strictly observed. Okay, a officer of സ്നേഹിന വാസ് ദ ചാർജ് ഓഫ് ദ മാർക്കറ്റ്. സ്നേഹിന അതായത് ആ സമയത്തുള്ള രാജാക്കന്മാർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ ഹെഡുകളെ നിയമിക്കും. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജിയുടെ മാർക്കറ്റ് റിഫോമിൽ തന്നെ അദ്ദേഹം വില്ലേജസ് ക്രോപ്സും ധാന്യങ്ങളും പിന്നെ ക്ലോത്ത്സ് വസ്ത്രങ്ങളൊക്കെ വ്യാപാരം ചെയ്യാൻ വേണ്ടി ഡൽഹി കേന്ദ്രമാക്കിയിട്ടാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അതിനുവേണ്ടി അതൊക്കെ നോക്കാനും കോർഡിനേറ്റ് ചെയ്യാൻ നിർത്തിയ ആളെ പേരാണ് സ്നേഹിന. SNEHNA, സ്നേഹിന എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥരെ, ഒരു ഓഫീസറെ. ഓക്കെ, നെക്സ്റ്റ് അഡ്മിനിസ്ട്രേഷൻ സ്ട്രക്ചർ ഓഫ് അണ്ടർ മുഗൾസിൻ്റെ അതായത് നമ്മൾ നേരത്തെ ഫസ്റ്റിൽ പറഞ്ഞല്ലോ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ മുഗളും
പിന്നെ ഒരു ഏകോപന രീതിയാണ്, രണ്ടും കൂടി ഒരു കൺസോളിഡേഷൻ ലെവലിലാണ് ഇവർ മുന്നോട്ട് പോയത്. അതായത് സുൽത്താനേറ്റ് അഡ്മിനിസ്ട്രേറ്റീവും മുഗൾ അഡ്മിനിസ്ട്രേറ്റീവും തമ്മിൽ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് പിന്നീട് വന്ന ഈ സുൽത്താനേറ്റ് മാത്രം ഭരിച്ചപ്പോഴും മുഗളിൻ്റെ കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആരെ അക്സെപ്റ്റ് ചെയ്തിരുന്നു? അലാവുദ്ദീൻ ഖിൽജിയെ പോലുള്ള നമ്മുടെ ഈ സുൽത്താനേറ്റ് ഭരണകാലഘട്ടത്തിലെ രാജാക്കന്മാർ അക്സെപ്റ്റ് ചെയ്തു. അതിൻ്റെ മുഗൾ റീറ്റെയിൻസ് മെനി ഫീച്ചേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ സുൽത്താനേറ്റ് ആൻഡ് ഷേർഷാ. അണ്ടർ ഷേർഷാ ദ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സ് ഓഫ് പാർഗണ ഗ്രൂപ്പ് ഓഫ് വില്ലേജസ്, ഒരു സർക്കാർ പാർഗണ തുടങ്ങുന്ന ഇതിൽ നമ്മുടെ ഷേർഷാ എന്ന് പറയുന്ന ഒരു സുൽത്താനേറ്റ് ഭരണത്തിലെ ഒരു പ്രിൻസാണ് ഷേർഷാ. അദ്ദേഹമാണ് കൂടുതൽ മുഗൾ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അക്സെപ്റ്റ് ചെയ്ത ഒരു വ്യക്തി. ഓക്കെ, ഷേർഷാ. The change of community of both marked of Mughal administrative structure. We brought about the high degree of centralization in this system. ഒരു കേന്ദ്രീകൃതമായ ഒരു ഭരണം നടത്താനൊക്കെ അവരെ സഹായകമായത് മുഗൾ എംപയറിലെ എന്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഇവർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, പിന്നെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷനിൽ അവർ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഓരോരുത്തരുടെ പേര് മിസ് ജസ്റ്റ് വായിക്കാം. വാക്കിൽ ആൻഡ് വാസിർ ആൻഡ് ദിവാനിക്കൽ, പിന്നെ എന്താണ് സദാർ അസദൂർ, മീർ ബക്ഷി. എന്താണ് ഈ മീർ ബക്ഷി? ഇത്രയും പേര് വായിച്ചാൽ മീർ ബക്ഷി എക്സാമിന് ചോദിക്കട്ടെ, അത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നൊരു, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു പരിചിതം സാധാരണയായി തോന്നുന്നില്ലേ മീർ ബക്ഷി? മീർ ബക്ഷി ലുക്ക്ഡ് ആഫ്റ്റർ ഓൾ മാറ്റേഴ്സ് ഓഫ് പെർട്ടൈനിങ് ടു ദ മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ. ദ ഓർഡേഴ്സ് ഓഫ് അപ്പോയിൻമെൻറ്റ് ആൻഡ് മെൻസബ്ദാർ ആൻഡ് ദെയർ സാലറി പേപ്പേഴ്സ് വെർ എൻഡോസ് ദ പാസ് ബൈ ഹിം. അതായത് മീർ ബക്ഷി അദ്ദേഹം എന്താ ചെയ്യുക? മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ്റെ ഹെഡാണ് മീർ ബക്ഷി. നേരത്തെ ആരാ പറഞ്ഞത്? സ്നേഹിന എന്ന് പറയുന്നത് ആരാണ്? മർച്ചൻ്റ്, കച്ചവടവുമായി ബന്ധപ്പെട്ട ക്രോപ്സും മറ്റുള്ള ഫുഡ് ഗ്രെയിൻസൊക്കെ വില്ലേജിൽ നിന്ന് നമ്മുടെ ടൗണിലേക്ക് കൊണ്ടുപോകും നോക്കുന്ന കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് സ്നേഹിന. ഇവിടെ മീർ ബക്ഷി മിലിറ്ററി പവർ, അതായത് പട്ടാളക്കാർക്കുള്ള ഫുഡ്, പട്ടാളക്കാർ എന്തെങ്കിലും അവർ യുദ്ധമൊക്കെ അയൽ രാജ്യങ്ങളെ ആക്രമിക്കാനൊക്കെ പോകുമ്പോൾ പട്ടാളക്കാർ നിർബന്ധമാണല്ലോ. അപ്പോൾ മിലിറ്ററി പവർ മിലിറ്ററി റൂളേഴ്സിൽ നോക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? മീർ ബക്ഷിക്കാണ്. ദെൻ സദാർ അസദൂർ ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹത്തിന് എന്താ ജോലി? ഹെഡ് ഓഫ് ദ ministerial department. The chief of duty was to protect the laws and rules and regulations. അതായത് നിയമങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു അല്ലേ. അപ്പോൾ പിന്നെ ഇതിൽ പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഏകദേശം അലാവുദ്ദീൻ ഖിൽജി ജാഗിർദാരി എന്ന് പറഞ്ഞ ടാക്സ് ആണല്ലേ മിസ് ഇവിടെ എഴുതുന്നുണ്ട്. ടാക്സ് സിസ്റ്റമാണ്. പിന്നെ ഇവർ എക്കണോമിക്കലി ഇവരെന്തൊക്കെയാണ് ചെയ്തത്? ഇറിഗേഷൻ, അതായത് ജലസേചനം, പിന്നെ ക്രോപ്സ് ക്രോപ്പ് പാറ്റേൺ, ഫുഡ് ഗ്രെയിൻസ് ഒക്കെ അവർ കൃഷി ചെയ്തു. ഇതൊക്കെ എക്കണോമിക്കലി ഡെവലപ്പ് ആവാനൊക്കെ കാരണം ഇവർ മുഗൾ എംപയറിൻ്റെ സിസ്റ്റമാറ്റിക് അഡ്മിനിസ്ട്രേഷനൊക്കെ ഇവർ അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർ എന്ത് ചെയ്തു? അതൊക്കെ നോക്കിയിട്ടാണ് ഇവർ ഭരണം നടത്തിയത്. ആരാണ്? മീർ സമാൻ വാസ് ദ ഓഫീസർ ഓഫ് ചാർജ് ഇൻ റോയൽ കാർക്കനാസ്. ഹി ദ റെസ്പോൺസിബിൾ ഓൾ കൈൻഡ് ഓഫ് പർച്ചേസ് ആൻഡ് ദിയർ സ്റ്റോറേജ് ഓഫ് റോയൽ ഹൗസ് ഹോൾഡ് അല്ലേ. പർച്ചേസ് സാധനങ്ങൾ, സെയിൽസ് ആൻഡ് പർച്ചേസ്, സാധനങ്ങൾ തിരഞ്ഞെടുക്കാനും വിൽക്കാനൊക്കെ ഉള്ള ഒരു കോർഡിനേറ്റ് ചെയ്യുന്ന ആളെ പേരാണ് മീർ സാമാൻ. അപ്പം മീർ ബക്ഷി, മീർ സമാൻ, സ്നേഹ്ന, അങ്ങനെ കുറേ ഉദ്യോഗസ്ഥരും. അപ്പോൾ നിങ്ങൾ ഓരോന്ന് ഡിവൈഡ് ചെയ്തിട്ടും നോക്കി പഠിക്കണം. അതായത് എക്സാമിന് ഓരോരുത്തരെയും 2-3 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. നെക്സ്റ്റ് പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, പ്രാദേശിക ഭരണം. നമ്മളിങ്ങനെ പറഞ്ഞിരുന്നല്ലോ, മുകളിൽ കുറേ പ്രദേശങ്ങളായി വിഭജിച്ച് ഓരോ ജില്ല അല്ലെ ഡിസ്ട്രിക്റ്റ് ആയിട്ടാണ്, ഇതിനെയാണ് പ്രാദേശികം. കുറേ പ്രദേശങ്ങൾ കൂടിച്ചേർന്നതാണ് ഒരു രാജാവ് നോക്കുന്ന ഒരു അണ്ടർല സംഭവങ്ങൾ. അതിൽ അഹമ്മദാബാദ്, ആഗ്ര, അജ്മീർ, അഹമ്മദാബാദ്, ബീഹാർ, ബംഗാൾ, ഡൽഹി, കാബൂൾ, ലാഹോർ, മാൾവ ആൻഡ് മുൾട്ടാൻ, ഇതൊക്കെ പ്രൊവിൻഷ്യൽ കൺട്രോളിൽ നിന്ന ചില സ്ഥലങ്ങളാണ്. ലേറ്റർ അഹമ്മദ് നഗർ ആൻഡ് ബീറാർ ആൻഡ് കാണ്ടേജ് വെർ ആഡഡ്. വിത്ത് ദ എക്സ്പാൻഷൻ ഓഫ് മുഗൾ എംപയർ നമ്പർ ഓഫ് പ്രൊവിൻസസ് ഇൻക്രീസ്ഡ് 20. അങ്ങനെ മുഗൾ എംപയറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മുഗൾ എംപയർ കുറേ എക്സ്പാൻഷൻ ചെയ്യുക. അവരുടെ മുഗൾ എംപയർ കുറേ എക്സ്പാൻഡ് ചെയ്യും. മറ്റുള്ള ഈ ഡിസ്ട്രിക്റ്റ് പോലുള്ള സ്ഥലങ്ങളെ കീഴടക്കിക്കൊണ്ട് അവർ എക്സ്പാൻഡ് ചെയ്യാനാണ് നോക്കിയത് അല്ലേ. ദെൻ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം മെൻസബ് സിസ്റ്റം. നേരത്തെ പറഞ്ഞതാണല്ലേ, മെൻസബ് ആൻഡ് ജാഗിർദാരി സിസ്റ്റം അണ്ടർ ദ മുഗൾസ് ഇൻ ഇന്ത്യ എൻവോൾവ് ത്രൂ ദ ടൈം. മെൻസബ്ദാരി വാസ് എ യൂണിക് സിസ്റ്റം ഡിവൈസ് ദ മുഗൾസ് ഇൻ ഇന്ത്യ. ദ മെൻസബ്ദാരി സിവിൽ മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ അണ്ടർ ദ മുഗൾസ്. ആൻഡ് മെൻസബ്ദാർമാർ ആരാണ്? മുഗൾ മിലിറ്ററി ആൾക്കാരാണ്. ആരുടെ അണ്ടർ? മുഗൾ റൂളേഴ്സിൻ്റെ കീഴിലുള്ള ആളുകളാണ് മെൻസബ്ദാർമാർ. ദ വേർഡ് മെൻസബ് മീൻസ് പ്ലേസ് ഓർ പൊസിഷൻ. മെൻസബ് എന്ന വേർഡിൻ്റെ മീൻ എന്താ? പ്ലേസ് ഓർ പൊസിഷൻ എന്നാണ്.
Mensabdari, the Mensab awarded an individual fixed both the status of official hierarchies also of salary. ഒഫീഷ്യലി നമ്മളുണ്ടല്ലോ ഈ നമ്മളിപ്പോൾ തന്നെ നമ്മൾ പട്ടാളക്കാർക്ക് ഓരോന്ന് പിന്നെ ഇതില്ലേ എന്താ പറയുക ഒരു നക്ഷത്രം അങ്ങനെ കൂടുമ്പോൾ അവരെ അനുമോദിച്ചിട്ട് വീറും മുകളിലെ ഹയർ കാറ്റഗറിയിലേക്ക് വിടുമ്പോൾ അവർക്ക് ഓരോരോ കാറ്റഗറി നെയിമുണ്ട് ഈ പട്ടാളത്തിൽ തന്നെ അല്ലെ. താഴെയുള്ള ആൾക്ക് കുറച്ച് മുകളിൽ കുറച്ച് ഹയർ ലെവലിൽ എത്തുമ്പോൾ ആരാവും ക്യാപ്റ്റൻ്റെ അങ്ങനെ ഓരോ പേരുകളുണ്ട്. ക്യാപ്റ്റൻ വെച്ചിട്ട് അത് തുടങ്ങുക. അപ്പോൾ അതേപോലെ തന്നെ ഒരു സിസ്റ്റം എവിടെ ഉണ്ടായിരുന്നു, മുകളിലുണ്ടായിരുന്നു. അതിൽ മെൻസപ്പ് എന്ന് പറയുന്നത് മിലിറ്ററി ലെവലിലുള്ളൊരു the Mensab awarded to fix a number of armed rated to holders of maintain the system of formulated streamlined rank of the nobles. Under the Mensab system rank to express the numerical terms Abdul Fazal സ്റ്റേറ്റ് ദ അക്ബർ എസ്റ്റാബ്ലിഷ് ഓഫ് മെൻസബ്. അത് അബ്ദുൾ ഫസൽ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ അക്ബറിൻ്റെ കാലഘട്ടത്തിൽ അതേ എഴുതിയ ഒരു രേഖയിൽ എന്താണ് റെക്കോർഡിക്കൽ രേഖയിൽ എന്താ പറയുക മെൻസബ്ദാർ എന്ന് പറയുന്ന 66 മെൻസബ്ദാർമാരെ ആര് ഡെവലപ്പ് ചെയ്തിരുന്നു? നമ്മുടെ മുഗൾ എംപയർ അക്ബർ രാജാവ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മെൻസബ്ദാർമാർ പട്ടാളത്തിൽ ഇത്ര ഒരു റാങ്കാണ് മെൻസബ്ദാർ. അത് ഒഫീഷ്യലി കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ജാഗിർ സിസ്റ്റം. ദ സിസ്റ്റം ഓഫ് അസൈൻമെൻറ്റ് ഓഫ് റവന്യൂ ഓഫ് പെർട്ടിക്കുലർ ടെറിട്ടറി ഓഫ് നോബിൾസ് ഓഫ് ദിയർ serve with the state continued under the Mughal also. The under the Mughal in that source was generally called Jagir and holders of Jagirdas. Jagiri system was the internal part of Mansabdari system which developed under Akbar and underwent certain changes during the recent successors. അപ്പോൾ അതും എന്താണ്, അതൊരു റൂളർ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ഏത് നമ്മുടെ ജാഗീർദാരി സിസ്റ്റം. നെക്സ്റ്റ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ അല്ലേ. സെൻട്രൽ കേന്ദ്ര ഭരണ പ്രദേശം ഏതായിരുന്നു? ഡൽഹി കേന്ദ്രമാക്കിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അത് കിങ് വാസ് ഹെൽഡ് ദ അഫയേഴ്സ് അഡ്മിനിസ്ട്രേഷൻ വാ ഡിവൈഡ് ഇൻടു ഹൈ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് ഓഫ് മിനിസ്റ്റർ. നേരത്തെ നമ്മൾ പറഞ്ഞു ഓരോന്നും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയി മനസ്സിലാക്കുന്നത് പല ഡിപ്പാർട്ട്മെന്റ് ആക്കുക അല്ലേ. നേരത്തെ നമ്മൾ മിലിറ്ററിൻ്റെ കാര്യം ഒരാൾ നോക്കുന്നു, പിന്നെ ക്രോപ്സ് കൊണ്ടുവരുന്ന ഒരാൾ നോക്കുന്നു, നെക്സ്റ്റ് എക്സ്പാൻഷൻ ചെയ്യുന്നത് അതായത് നമ്മുടെ രാജ്യത്തിന് അതിർത്തി കൂടുതലാക്കുന്നതിന് ഒരു പവർ ഉണ്ട്, അതിൻ്റെ ഹെഡായിട്ട് വേറെ ആൾ നോക്കുന്നു. അതിനൊക്കെ ഓരോ പേരുണ്ട് അല്ലേ. നെക്സ്റ്റ് പ്രൊവിൻഷ്യൽ ആൻഡ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. പ്രൊവിൻഷ്യലി ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഒരു അതായത് ഡിസ്ട്രിക്ട് ബേസ് ആണ് പ്രൊവിൻഷ്യൽ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരു ഹെഡ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു അപ്പോൾ അവരുടെ താഴെയുള്ളതാണ് ലൊക്കാലിറ്റി പ്രദേശം ഉണ്ടാവും. അവിടെയും എന്താണ് ദ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഓൾസോ ഓർഗനൈസ്ഡ് ഓഫ് ദാറ്റ് ലോക്കൽ ഏരിയ. ഈ ലോക്കൽ ഏരിയയിലും ഈ പ്രൊവിൻഷ്യൽ ഭരണം തന്നെയാണ് ഈ ലോക്കലായി കിടക്കുന്ന ഏരിയയിലും ഇവർ നടത്തുന്നത്. ഓക്കെ, പിന്നെ ഇതാണ്. അപ്പോൾ എക്കണോമിക്കലി നമ്മൾ എന്ത് ചെയ്തു, പിന്നെ ഇത്രയും സംഭവങ്ങൾ അല്ലേ. ക്രോപ്സ് പാറ്റേൺ, ഫുഡ് ക്രോപ്സ്, ഇറിഗേഷൻ. ഇതിലൊരു ഇമ്പോർട്ടൻസ് ആണ് ഇറിഗേഷൻ എന്ന് പറയുന്നത് ജലസേചനം. അപ്പോൾ ഇവരുടെ ഡെവലപ്ഡ് ആവാൻ ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായി വന്നൊരു സംഭവമാണ് എന്ത്, ഇറിഗേഷൻ, ജലസേചനം. അതോടുകൂടിയാണ് ഇവരെ കൃഷി വ്യാപകമായതും ഇവർക്ക് സാമ്പത്തികപരമായിട്ട് എന്തുണ്ടായതും ഡെവലപ്മെൻറ്റ് കൂടിയതും എന്നാണ് നമുക്ക് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇറിഗേഷൻ മറന്നുപോയത്. പിന്നെ അവർ എന്ത് ചെയ്തു, ഫുഡ് ക്രോപ്സ് ഒക്കെ വില്ലേജിൽ നിന്ന് ഉണ്ടാക്കി ടൗണിലേക്കാണ് അവർ ട്രാൻസ്ഫർ ചെയ്തത്. ആ സമയം അത് നോക്കാനൊക്കെ ഓരോ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. ശ്രദ്ധിക്കുക, SA ആയിട്ടും വൺ വേർഡ് ആയിട്ടും ഇതിൽ ഇഷ്ടം പോലെ പേരുകളാവും. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡിനും മെൻസബ്ദാരി അങ്ങനെ പോലെ മെൻസപ്പ്, അതേപോലെ സ്നേഹിന, മീർബക്ഷി അങ്ങനെയുള്ള ഓരോരോ പേരുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതൊക്കെ വൺ വേർഡ് ആയിട്ട് എക്സാമിന് വരുന്നതാണ്.